ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർറഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ ആമീൻ. ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യുലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. പ്രിയപ്പെട്ട എൻ്റെ സഹോദരന്മാരെ, ഇമാം കൗൺസിൽ, ഓൾ ഇന്ത്യ ഇമാം കൗൺസിൽ സംഘടിപ്പിച്ച ഈ ഒരു സംഗമത്തിലേക്ക് വരാൻ സാധിച്ചതിൽ ഞാൻ അതിയായി സന്തോഷിക്കുന്നു. നിത്യവുമുള്ള എൻ്റെ പ്രാർത്ഥനയുടെ ഭാഗമായിട്ട് സൂറത്തുൽ ഫാത്തിഹയും സൂറത്തുൽ ഇഖ്ലാസും ഞാൻ ഉരുവിടാറുണ്ട്. ഇന്നത്തേക്ക് വേണ്ടി പഠിച്ചതല്ല, കയ്യടിക്ക് വേണ്ടിയും പഠിച്ചതല്ല. നിങ്ങളുടെ പ്രോത്സാഹനത്തിന് വളരെ നന്ദി. മലപ്പുറം ജില്ലയിൽ ജനിച്ചു വളർന്നൊരു വ്യക്തി എന്ന നിലയിൽ ഏറ്റവും കൂടുതൽ സുഹൃത്തുക്കളുണ്ടായിരുന്നതും ഏറ്റവും കൂടുതൽ ഇടപെട്ട മതം എന്ന നിലയിലും ഇസ്ലാം വളരെ ചെറുപ്പത്തിൽ തന്നെ. എൻ്റെ അച്ഛനും അമ്മയ്ക്കും മതമില്ലായിരുന്നു, ഒരു മതമില്ലാത്ത ജീവൻ്റെ ആൾക്കാരായിരുന്നു. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ഏത് വഴിക്ക് പോകാനും ചെറുപ്പത്തിലെ സ്വാതന്ത്ര്യം നൽകിയിരുന്നു. അതിൻ്റെ ഭാഗമായി പലപ്പോഴും ഏറ്റവും കൂടുതൽ ഇടപഴകാൻ സാധിച്ചിട്ടുള്ളത് ഇസ്ലാമുമായിട്ടാണ്. പലപ്പോഴും മദ്രസയുടെ വരാന്തയിൽ പോയിരിക്കാറുണ്ട്. പലപ്പോഴും കുത്തുബകളും മറ്റും ഒളിഞ്ഞിരുന്ന് കേൾക്കാറുണ്ട്. വയലിന് രാത്രിയും ഉറക്കളമിച്ച് പോകാറുണ്ട്. പഠനവുമായി മുന്നോട്ട് പോയ സമയത്ത്, ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് ഓൾ ഇന്ത്യ, ഓൾ കേരള ഖുറാൻ മത്സര പരീക്ഷയിൽ ഫസ്റ്റ് റാങ്കോടുകൂടി, ആ റെക്കോർഡ് ഇനിയും തിരുത്തിയിട്ടില്ല. മറ്റൊരു മുസ്ലിമും ആ റെക്കോർഡിലേക്ക് വന്നിട്ടില്ല. 98% മാർക്കോടുകൂടി വിജയിക്കാനായി സാധിച്ചു. 18-19 വയസ്സായപ്പോഴേക്കും 28 പ്രാവശ്യം ബൈബിളും ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള കത്തോലിക്ക പ്രൊട്ടസ്റ്റൻ്റ് 2 ബൈബിളുകളും 35 പ്രാവശ്യത്തോളം ഖുറാനും വായിക്കാൻ സമയം കണ്ടെത്തുകയുണ്ടായി. അന്നും വായിക്കുന്നതും പുറത്ത് കാണുന്ന പലതും യോജിക്കാത്ത ഒരനുഭവമാണ് എനിക്കുണ്ടായിട്ടുള്ളത്. നബിയെക്കുറിച്ച് കൂടുതലായി മനസ്സിലാക്കുവാൻ വേണ്ടി ഷഹീഹുൽ മിസ്കാത്ത്, ബുഖാരി പോലുള്ള ഇമാം നവവിയുടെ ഹദീസുകളും പ്രബലമായ പല ഹദീസുകളും വായിക്കാനും പഠിക്കാനും സമയം കണ്ടെത്തി. അതിൽ കാണുന്ന ഒരു നബിയും പ്രായോഗികമായി നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ അവതരിപ്പിച്ചൊരു നബിയും തമ്മിൽ വളരെ വ്യത്യസ്തമുള്ളതായി, വളരെ വ്യസനത്തോടുകൂടി, സങ്കടത്തോടുകൂടി മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. ഇന്ന് ഈ പണ്ഡിത സഭയോട് എനിക്ക് ഈ 10 മിനിറ്റിനുള്ളിൽ ആകെ ഒന്നാണ് സംസാരിക്കാനായിട്ടുള്ളത്. നിങ്ങളുടെ തുടക്കവും നിങ്ങളുണ്ടായ സാഹചര്യവും, ഇങ്ങനൊരു കൗൺസിൽ രൂപീകരിക്കുകയും അതിനുശേഷം അതിനെക്കുറിച്ച് കുറച്ചൊക്കെ ഇവിടെ വായിക്കാനായി സാധിച്ചു. അതിലെ പല പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ പഠിക്കാനായി സാധിച്ചു. വളരെ സന്തോഷം തോന്നുന്നുണ്ട്. കാരണം റസൂലുള്ളാഹിയെ പോലുള്ള ഒരു മഹത്തായ പ്രവാചകനെ, അല്ലെങ്കിൽ മഹത്തായ ലോകം കണ്ടതിലും വെച്ച ഏറ്റവും വലിയ മാനേജ്മെൻറ്റ് വിദഗ്ധനെ നമ്മൾ പരിചയപ്പെടുത്തുന്നതിൽ പലപ്പോഴും പരാജയപ്പെട്ടിരിക്കുന്നു എന്ന് ഖേദപൂർവ്വം നമുക്ക് സമ്മതിക്കണം. ഇതിനൊരു തിരുത്തൽ ആവശ്യമാണ് എന്ന് ഇതിൻ്റെ പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് എനിക്ക് തോന്നുന്നു അബ്ദുൽ നാസർ ഭാക്കവിയാണ് പറഞ്ഞതെന്ന് തോന്നുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലും നബിയുടെ എന്തിനൊക്കെയോ കുറിച്ചാണ് നമ്മൾ പലപ്പോഴും സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ ആ മനസ്സ്, ആ ഖൽബ്, അദ്ദേഹം ആരായിരുന്നു, അദ്ദേഹം എന്തായിരുന്നു, ചരിത്രത്തിൽ ആമിന ബീവി പെറ്റ ഒരു മാംസ കഷ്ണമാക്കി നമ്മൾ പലപ്പോഴും ചരിത്രത്തിലെ ഒരു
വ്യക്തിയിലെ ഒരു ഏടാക്കി മാത്രം അദ്ദേഹത്തെ അധപ്പതിപ്പിക്കുകയാണ് പലപ്പോഴും ചെയ്യുന്നത്. ഇന്നും എൻ്റെ കൂടെ ഇപ്പോഴും സജീവമായി നിൽക്കുന്ന ഒരു സാന്നിധ്യമായി, ഒരു സഹായദായകനായി റസൂലുള്ളാഹിയെ എത്ര പേർ മനസ്സിലാക്കുന്നുണ്ട്? ഞാൻ ഉന്നയിച്ചതായ ഒരു സങ്കടം ഇത്രയും മഹാനായ ഒരു നേതാവ് നമുക്കുണ്ടായിട്ട് അദ്ദേഹത്തെ പലപ്പോഴും മറ്റു മതസ്ഥരുടെ മുമ്പിലും സമൂഹത്തിൻ്റെ മുമ്പിലും നമുക്കെത്രത്തോളം സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടി അവതരിപ്പിക്കുവാനായി സാധിച്ചിട്ടുണ്ട്. റസൂലിനോടുള്ള ഹുബ്ബുൽ റസൂൽ എന്ന് പറയുന്ന പ്രോഗ്രാം മാത്രം പോരാ, നമ്മുടെ ജീവിതത്തിൽ ആ ഹുബ്ബ് കാണിക്കുന്ന അദ്ദേഹത്തിൻ്റെ ആ സൂക്ഷ്മത ഒരല്പനേരമേ എനിക്ക് നിങ്ങൾക്ക് സംസാരിക്കാനായി അനുവദിച്ചിട്ടുള്ളൂ. ഏറ്റവും കൂടുതലായി സൂക്ഷ്മതയെക്കുറിച്ചാണ് ഖുർആൻ ആവർത്തിച്ചിരിക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾ സൂക്ഷ്മതയുള്ളവരായിരിക്കും, നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യത്തിലും സൂക്ഷ്മതയുള്ളവരായിരിക്കും. പണ്ഡിതന്മാർക്ക് ശാപമെന്നും പറയുന്ന ഏക ഹോളി ബുക്ക് പരിശുദ്ധ ഖുർആനാണെന്ന് ഞാൻ വിചാരിക്കുന്നു. നയിക്കപ്പെടുന്നവരുടെ ഉത്തരവാദിത്തമാണ് അതിലൂടെ നമ്മളോട് അള്ളാഹു ബോധിപ്പിക്കുന്നത്. ശരിയായ രീതിയിൽ നിങ്ങൾ കേൾപ്പിക്കപ്പെട്ട ജനങ്ങളെ പ്രബോധനം ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ശാപമാണ് കാത്തു നിൽക്കുന്നത്, ശാപമാണ് ഉണ്ടാകുന്നത് എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. വളരെ സന്തോഷമുണ്ട് ഓൾ ഇന്ത്യ ഇമാം കൗൺസിലിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അറിഞ്ഞപ്പോഴും അതിനെക്കുറിച്ച് വായിച്ചപ്പോഴും കൂടുതൽ ഇടപഴകിയപ്പോഴും. ശരിയായ രീതിയിൽ റസൂലിൻ്റെ സമുദായത്തെ, ഇസ്ലാമിക സമുദായത്തെ നേരായ വഴിയിലേക്ക്, ആശ്വാസികരമായൊരു വഴിയിലേക്ക് സൂക്ഷ്മതയോടുകൂടി ശാപം കരസ്ഥമാക്കാതെ നേരായ മാർഗത്തിലും അള്ളാഹുവിൻ്റെ കാരുണ്യം നേടിയവരുടെ മാർഗത്തിലും നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തുന്ന രീതിയിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. റസൂലുള്ളാഹിയുടെ ജീവിതത്തിൽ നിന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന ആ സൂക്ഷ്മതയെക്കുറിച്ച് ഒരു കഥ മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ സംസാരം നിർത്തുകയാണ്. ഒരു ദിവസം സുബഹി നമസ്കാരത്തിന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എഴുന്നേറ്റപ്പോൾ അദ്ദേഹത്തിൻ്റെ ശിരോവസ്ത്രം അഴിച്ചു വെച്ചതിൽ ഒരു പൂച്ച കിടന്നുറങ്ങുന്നതായി കണ്ടു അത്രേ. പൂച്ച എന്ന് പറയുന്നത് വളരെ ഘ്രാണശക്തിയും കേൾവിശക്തിയും ശ്രവണശക്തിയും എല്ലാം കൂടിയ ഒരു ജീവിയാണ്. നമ്മുടെ ചെറിയ അനക്കങ്ങൾ പോലും വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കുന്നൊരു ജീവി, അടുത്ത് ചെല്ലുമ്പോഴേക്കും ഓടിക്കളയുന്നൊരു ജീവി. അവിടെ സംഭവിച്ചത്, ഈ പൂച്ചയെ ഉണർത്താതെ, ഈ പൂച്ച പോലും അറിയാതെ അദ്ദേഹം തൻ്റെ ശിരോവസ്ത്രം ബാക്കി ഭാഗം കീറിയെടുത്ത് പൂച്ചയുടെ ഉറക്കത്തിനൊരു വിഘ്നവും വരുത്താതെ, പൂച്ചയുടെ ബെഡിന് അല്ലെങ്കിൽ ആ ശയ്യയ്ക്ക് ഒരു തരത്തിലും കോട്ടം സംഭവിക്കാതെ മുറിഞ്ഞ ഒരു ശിരോവസ്ത്രവുമായിട്ടാണ് അന്ന് പള്ളിയിൽ പ്രത്യക്ഷപ്പെട്ടത്. ഇത്രത്തോളം സൂക്ഷ്മമായത് എനിക്ക് തോന്നുന്നില്ല ഇന്നത്തെ സർജിക്കൽ ബ്ലേഡോ അല്ലെങ്കിൽ ഇന്നത്തെ കത്രികയോ ഒക്കെ അന്നുണ്ടായിരുന്നു എന്നെനിക്ക് തോന്നുന്നില്ല. ഒരു വര വരച്ചാൽ മുറിഞ്ഞാൽ രോഗി പോലും അറിയാതെ മുറിക്കുന്ന ബ്ലേഡൊക്കെ ഇന്നുണ്ട്. പക്ഷെ അന്നൊന്നും അതുണ്ടായിരുന്നില്ല. വളരെ മൂർച്ച കുറഞ്ഞ ഏതെങ്കിലും ആയുധമായിരിക്കും, അല്ലെങ്കിൽ കത്തിക്ക് മാക്സിമം എത്ര മൂർച്ച നമുക്ക് സങ്കല്പിക്കാനായി സാധിക്കും. അത്ര പോലും സഹജീവികളോടെന്നല്ല, അത്ര പോലും ഈ ഭൂമിയിലെ ഓരോ ജീവികളോടും റസൂലുള്ളാഹി സ്നേഹവും കാരുണ്യവും ആദരവും, ആ പൂച്ചയുടെ ഉറക്കത്തിനോടുള്ള ആദരവാണ് അദ്ദേഹം അവിടെ കാണിച്ചത്. ആ പൂച്ചയ്ക്ക് ജീവിക്കാനുള്ള അവകാശത്തെയാണ് റസൂലുള്ളാഹി അവിടെ നമ്മളെ ഓർമ്മിപ്പിച്ചത്. ആ പൂച്ചയുടെ അവസ്ഥയെ അംഗീകരിക്കുകയാണ് റസൂലുള്ളാഹിയോട് സംബന്ധിച്ചത്. ഇത്തരമുള്ള ഒരു റസൂലുള്ളാഹിയെ ഇന്നിപ്പോൾ അനേകം പ്രസംഗകർ വരെ പറഞ്ഞു, ഏതൊരു രീതിയിലാണ് ലോകം ഇന്ന് ഓർക്കുന്നത്? ഇതിന് ഉത്തരവാദികൾ ആരാണ്? നാം ഓരോരുത്തരും ഈ ഒരു റെമഡിയൽ മെഷറിലേക്ക്, ഈ ഒരു തിരുത്തൽ സംരംഭത്തിലേക്ക് ഇമാംസിൻ്റെ കൗൺസിലുമായി, പണ്ഡിത ശ്രേഷ്ഠന്മാരുമായി സഹകരിക്കണം.
എന്നെങ്കിലേ നമ്മൾക്കെല്ലാവർക്കും തോന്നുന്ന റസൂലിനോട് തോന്നുന്ന ആ ഹുബ്, ആ ഒരു സ്നേഹം മറ്റുള്ളവർക്കും സ്വാഭാവികമായി തോന്നുകയുള്ളൂ. യഹൂദനെന്നോ ക്രിസ്ത്യാനിയെന്നോ ഭേദമില്ലാതെ അദ്ദേഹത്തിൻ്റെ ആദരവ് നേടിയ ഒരുപാട് ആളുകളുടെ കഥ നിങ്ങൾക്കറിയാം. വഹാബിനെ പോലുള്ളവരുമായുള്ള സഹവാസം, ഒരു യഹൂദൻ്റെ മയ്യത്ത് കൊണ്ടുപോകുമ്പോഴും എഴുന്നേറ്റ് നിന്ന് ആദരിച്ചപ്പോൾ ഒപ്പമുള്ള സഹാബികൾ ചോദിച്ചു അത്രേ, എന്തിനാണ് ഒരു യഹൂദൻ്റെ ജഡം കാണുമ്പോൾ എഴുന്നേറ്റ് നിന്നത്? അപ്പോൾ നബി പറയുകയുണ്ടായി, അതൊരു മനുഷ്യനാണ്, അതൊരു മനുഷ്യൻ്റെ ശവമാണ്. ഈ ഒരു മാനവികതയല്ലേ നമുക്ക് നഷ്ടപ്പെടുന്നത്? ഇത്രയും സൂക്ഷ്മമായി ചിന്തിക്കാൻ കഴിയുമായിരുന്നു. ഞാൻ എൻ്റെ MBA കുട്ടികളോട് പഠിപ്പിക്കുമ്പോൾ, പ്രത്യേകിച്ച് MBA കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ ആദ്യമായി പറഞ്ഞു കൊടുക്കാറുള്ള ഒരു കാര്യം നബിയെക്കുറിച്ചാണ്. ഏറ്റവും വലിയൊരു മാനേജ്മെൻറ്റ് വിദഗ്ധനായി എനിക്ക് പലപ്പോഴും അദ്ദേഹത്തെ തോന്നിയിട്ടുണ്ട്. ഒരു മാനേജർക്ക് അല്ലെങ്കിൽ ഒരു നേതാവിന് ഉണ്ടായിരിക്കേണ്ട 1-2 ക്വാളിറ്റികളാണ് സഹവാസം, സഹജീവനം, സഹവർത്തിത്വം, സഹയാത്ര പോലുള്ള കാര്യങ്ങൾ. ഇന്ന് പലപ്പോഴും മുകൾ തട്ടിലിരിക്കുന്നവർക്ക് താഴെ തട്ടിലിരിക്കുന്നവരുമായുള്ള സഹവാസമോ സഹയാത്രയോ സഹജീവനമോ ഒന്നും തന്നെയില്ല. അത് മതത്തിലാണെങ്കിലും മാനേജ്മെൻറ്റിലാണെങ്കിലും IT കമ്പനികളിലാണെങ്കിലും മുകളിൽ നിന്ന് ഉത്തരവ് പുറപ്പെടുവിക്കുവാൻ മാത്രമേ അവർ ശ്രമിക്കാറുള്ളൂ. എന്നാൽ റസൂലുള്ളാഹി അങ്ങനെയായിരുന്നില്ല. 10 സ്ത്രീകളെ അദ്ദേഹം വിവാഹം കഴിച്ചിരുന്നു അത്രേ. എന്നാലും ഏറ്റവും കൂടുതൽ അദ്ദേഹം സമയം ചെലവഴിച്ചത് തൻ്റെ സഹാബികളോടൊത്തായിരുന്നു, തൻ്റെ സുഹൃത്തുക്കളോടൊത്തായിരുന്നു. ഈ ഒരു സഹാബത്ത് നമ്മൾ പലപ്പോഴും മറന്നു പോകുന്നു. അദ്ദേഹത്തിൻ്റെ ഹൃദയം നമ്മളിൽ ഓരോരുത്തരിലും വിളങ്ങണം. അദ്ദേഹത്തിൻ്റെ ആ നൈർമല്യം, ഒരു യുദ്ധത്തിൽ പോലും ഒരാളെയും കൊന്നതായി ചരിത്രത്തിൽ എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് കാണുവാനായി സാധിച്ചിട്ടില്ല. എന്നിട്ട് അദ്ദേഹത്തിനെക്കുറിച്ച് നമ്മൾ ചാർത്തിക്കൊടുക്കുന്ന ഏറ്റവും വലിയ ബദർ, ഏറ്റവും വലിയ യുദ്ധം തൻ്റെ തന്നെ മനസ്സിനോടും മനോമാലിന്യങ്ങളോടുമാണ് എന്ന് അദ്ദേഹം യോജിപ്പിച്ചു. ബദറുൽ കബീർ, വലിയ ബദർ അല്ലെങ്കിൽ വലിയ യുദ്ധം. അൽ റിനാത്തുൽ നഫസുകളോടാണ് ഏറ്റവും വലിയ യുദ്ധമെന്ന് ഏതോ സൂഫി പണ്ഡിതനും പറഞ്ഞതായി ഓർക്കും. ഇതിലേക്കൊക്കെ എന്താണ് നാം ഉണരാത്തത്? ഇതുണർന്നിരുന്നുവെങ്കിൽ ഇന്ന് നാം കേൾക്കുന്ന പല പഴികൾക്കും പരിഹാരമായേനെ. ആദ്യമായി കേരളത്തിലേക്ക് വന്ന പണ്ഡിതർ, മുസ്ലിം സ്വീകരിച്ചു വന്ന ആ നാട്ടിലെ ആളുകൾക്ക് കരിക്ക് കൊടുത്തപ്പോൾ ചോദിച്ചു അത്രേ, ഇത് ഉടമസ്ഥൻ അറിഞ്ഞിട്ട കഴുക്കാണോ? ഇത് ഉടമസ്ഥൻ്റെ അനുവാദത്തോടു കൂടിയാണോ ഞങ്ങൾക്ക് തരുന്നത്? സൂക്ഷ്മതയുള്ളവരായിരുന്നു ആദ്യകാല മുസ്ലിങ്ങൾ. ഇന്ന് അത്രത്തോളം സൂക്ഷ്മത നമുക്ക് സാമൂഹിക രംഗത്ത് പുലർത്തുവാനായിട്ട് സാധിക്കുന്നുണ്ട്. എത്രയെത്ര കഥകളാണ്, എത്രയെത്ര അനുഭവങ്ങളാണ് റസൂലുള്ളാഹിയെക്കുറിച്ച് നമുക്ക് പറയുവാനുള്ളത്. 10 മിനിറ്റ് പോരാ, 10 മിനിറ്റ് ആയിരുന്നെങ്കിൽ വരൂലായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1.5 മണിക്കൂറില്ലാതെ ഇതൊന്നും പറഞ്ഞാൽ തീരൂല. പക്ഷെ ഇപ്പം അതിനൊന്നും സമയമില്ല. ഏതായാലും നിങ്ങളെയെല്ലാം കാണാൻ കേൾക്കാനും സാധിച്ചതിൽ വളരെ സന്തോഷം. നാളെ അതിരാവിലെ ഒരു യാത്രയ്ക്ക് പുറപ്പെടേണ്ടുള്ളത് കൊണ്ട് ഇത് കഴിഞ്ഞ് കുറച്ച് സമയത്തിനുള്ളിൽ ഞാൻ പോകും. നിങ്ങളെല്ലാവരുടെയും സ്നേഹവും സഹകരണവും നിങ്ങളുടെ പ്രാർത്ഥനയിലും നിങ്ങളുടെ ഓർമ്മയുണ്ടാകണം. ഈ ഒരു സഹോദരനെക്കുറിച്ച് ഞാൻ സൂഫിസം പഠിക്കാനായി ഈജിപ്തിലും മറ്റും പോയപ്പോഴാണ് പലപ്പോഴും നബിയുടെ ഒരുപാട് ആളുകൾ ഇപ്പോഴും അവിടെയൊക്കെ ജീവിച്ചിരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ എന്താ പറയുക, അദ്ദേഹത്തിൻ്റെ ഹൃദയമുള്ള പല ഗുരുക്കന്മാരും പല ഷെയ്ഖുമാരും അവിടെയുണ്ട്. പല കബറിടങ്ങളിൽ സിയാറത്ത് നടത്താനായി സാധിച്ചു. അവിടെയൊക്കെ ജീവിതങ്ങൾ പഠിച്ചപ്പോഴാണ് എൻ്റെ ഡോക്ടറേറ്റ് വിഷയം തന്നെ സൂഫിസവും മിനിയാഗ്രാമും എന്ന വിഷയത്തെക്കുറിച്ച് അമേരിക്കയിലെ ടെക്സാസ് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് എൻ്റെ PhD എടുത്തിട്ടുള്ളത്. അതിൻ്റെ എല്ലാം ഭാഗമായി ഈജിപ്തിലൊക്കെ ചെന്നപ്പോൾ കിട്ടിയ ഊഷ്മളമായ സ്വീകരണം ശരിക്കും നബിയുടെ അടുത്ത് ചെന്ന പോലുള്ള അവസരങ്ങളുണ്ടായിട്ടുണ്ട്. നമുക്കുമുണ്ടാകണം. പ്രശ്നകലുഷിതമായ ഈജിപ്തിലും അറേബ്യൻ രാജ്യങ്ങളിലും ഇതെല്ലാം സാധ്യമാണെങ്കിൽ നമ്മുടെ പണ്ഡിതന്മാരും ഇതിന് തയ്യാറാവണം. ഓരോ പണ്ഡിതനും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രതിനിധിയാവട്ടെ, പ്രതിപുരുഷനാവട്ടെ.
പള്ളിയിലച്ഛനെ കാണുമ്പോൾ സാധാരണ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് പറയും. അപ്പോൾ ചെറുപ്പത്തിൽ എനിക്ക് അറിയില്ല എന്തിനാ ഈ ഇദ്ദേഹത്തിനോട് ഇത് പറയുന്നത്. പിന്നീട് ഒരു അച്ഛൻ പറഞ്ഞു തന്നു, പുരോഹിതന്മാരെല്ലാം യേശുവിൻ്റെ പ്രതിപുരുഷന്മാരാണ്, യേശുവിനെ റെപ്രസെൻ്റ് ചെയ്യുന്നവരാണ്. അതുപോലെ നമ്മൾ ഓരോരുത്തരും റസൂലുള്ളാഹിയെ റെപ്രസെൻ്റ് ചെയ്യുന്ന യഥാർത്ഥ ഇസ്ലാമുകളായിട്ട് മാറട്ടെ. സൂര്യനെപ്പോലെ, ചന്ദ്രനെപ്പോലെ, കാരക്കമരത്തെ പോലെ സ്വന്തം ഡ്യൂട്ടി നിർവഹിക്കുന്ന, പൂർണ്ണമായും തന്നിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഡ്യൂട്ടി നിർവഹിക്കുന്ന ശരിയായ അർത്ഥത്തിലുള്ള ഇസ്ലാമായി മാറട്ടെ. അതിൻ്റെ തൗഫീക്ക് നമുക്കുണ്ടാകട്ടെ. ഷഹാദത്ത് കലിമയുടെയും ആ ഒരു ബയാത്തിൻ്റെയും അർത്ഥം നമുക്ക് അറിഞ്ഞുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് മുന്നേറിയാൽ ലോകത്തിലൊരിക്കലും നമുക്ക് സ്ഥാനം നഷ്ടപ്പെടുകയില്ല. ഇത്രയൊക്കെ എനിക്ക് ഈ സമയം കൊണ്ട് പറയാൻ കഴിയുകയുള്ളൂ. എല്ലാവിധ ഭാവുകങ്ങളും ഈ ഓൾ ഇന്ത്യ ഇമാംസ് കൗൺസിലിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി നിങ്ങൾക്കെല്ലാവർക്കും നന്ദി, നമസ്കാരം.